നമസ്കാരം. പേരയ്ക്ക ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുമുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിലും വിപണിയിലുമൊക്കെ തന്നെ വളരെയധികം ഡിമാൻഡുള്ള പഴങ്ങളിലൊന്നാണ് പേരയ്ക്ക. പേരയ്ക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പേരയ്ക്കയ്ക്ക് മാത്രമല്ല, പേരയിലേക്കും എല്ലാം തന്നെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ആരോഗ്യത്തിന് ആവശ്യമായ ഒരുപാട് വിറ്റാമിനുകളൊക്കെ അടങ്ങിയ ഒരു പഴമാണ് പേരയ്ക്ക. പേരയ്ക്കുള്ള മറ്റൊരു വലിയ പ്രത്യേകത, മറ്റ് പല പഴങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന അതിന് വില കുറവുമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ സാധാരണ വീടുകളിലൊക്കെ ഈ പേരമരം കാണും. പേരയ്ക്ക പലതരത്തിൽ നമുക്ക് ലഭ്യമാണ്. പല അളവിലും പല രൂപത്തിലുമൊക്കെയുള്ള പേരയ്ക്ക ഇന്ന് ലഭ്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കടകളിലൊക്കെ കാണുന്ന അസാമാന്യ വലിപ്പമുള്ള പേരയ്ക്കകളുണ്ട്. ഏതായാലും പേരയ്ക്ക നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ പേരയ്ക്കയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കരളുമായി ബന്ധപ്പെട്ട ക്യാൻസർ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് പേരയ്ക്ക ഒരു അവശ്യ വസ്തുവാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പേരയ്ക്ക കഴിച്ചാൽ ക്യാൻസർ മാറും എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേരയ്ക്കയിൽ നിന്നുള്ള ചില വസ്തുക്കൾ എടുത്ത് അവ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ ഈ ക്യാൻസറിന് ആശ്വാസമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തുനിന്ന് വളരെയധികം പേരെ ബാധിക്കുന്ന ഒരു രോഗമാണ് കരൾ ക്യാൻസർ. കരൾ ക്യാൻസർ പലപ്പോഴും നമ്മൾ ഒരുപാട് അത് വ്യാപിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് പലപ്പോഴും ഈ രോഗം വരുന്ന പലരും മരിക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഒരു ദിവസം 16 പേർക്കെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ കരൾ ക്യാൻസർ ബാധിക്കുന്നുണ്ട് എന്നാണ്. കരൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷങ്ങൾ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടും. വയറിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ചില മുഴകൾ, ശരീരത്തിൽ ചർമ്മത്തിലുണ്ടാകുന്ന ചില അടയാളങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഒരുപക്ഷെ പിന്നീട് കരൾ ക്യാൻസർ വരുമെന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഏതായാലും ഇപ്പോൾ ഈ പേരയ്ക്കയിൽ നിന്ന് കിട്ടുന്ന ഈ വസ്തു ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൾച്ചർ ചെയ്ത് അതിനെ മറ്റൊരു രൂപത്തിലാക്കി ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കണ്ടെത്തൽ നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ്. പക്ഷേ പലപ്പോഴും ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആവശ്യത്തിന് ഇപ്പോഴും പേരയ്ക്ക കിട്ടാനില്ല എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പേരയ്ക്ക നമ്മൾ റോഡ് സൈഡിലൊക്കെ തന്നെ കാണുന്നുണ്ടെങ്കിൽ പോലും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ പേരയ്ക്ക പല സ്ഥലങ്ങളിലും കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സാ സംവിധാനത്തിന് പേരയ്ക്ക ഗുണം ചെയ്യും എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഈ പേരയ്ക്ക ഉപയോഗിച്ചുള്ള ചികിത്സാ രീതി മറ്റ് ക്യാൻസറുകൾക്കും കരൾ ക്യാൻസർ അല്ലാത്ത ക്യാൻസറുകൾക്കും ഫലപ്രദമാകുമോ എന്ന് ഇപ്പോൾ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേരയ്ക്കയിലെ തന്മാത്രകൾക്ക് അതിനു വേണ്ടിയുള്ള ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഗവേഷകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ദിവസവും പേരയ്ക്ക നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കുന്നത് തീർച്ചയായും വിവിധ തരങ്ങളിൽ ഗുണം ചെയ്യും എന്നതിനൊപ്പം തന്നെ ഒരുപക്ഷെ അത് നാളെ കരൾ ക്യാൻസർ നമ്മെ ബാധിക്കാതിരിക്കാനും ഏറെ സഹായകരമായി മാറുമെന്നാണ് ഇപ്പോൾ ഗവേഷകർ കരുതുന്നത്. നാച്ചുറൽ പ്രോഡക്റ്റ് ടോട്ടൽ സിന്തസിസ് എന്ന ഈ ഒരു പ്രക്രിയയിലൂടെയാണ് പേരയ്ക്കയിൽ നിന്ന് ക്യാൻസറിനെ തടയാനുള്ള ഈ ഒരു രാസവസ്തു വേർതിരിച്ചെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഓരോ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരില്ല എന്ന്. അതുപോലെ പേരയ്ക്കയും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമ്മെ ബാധിക്കാൻ സാധ്യതയുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തന്നെ നമുക്കൊരു പരിധി വരെ പറയാം. പക്ഷേ എന്നാൽ എല്ലാവരും ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പേരയ്ക്ക കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പേരയ്ക്കയുടെ ഇല കഴിച്ചതുകൊണ്ടൊന്നും തന്നെ ക്യാൻസർ വരാതിരിക്കുകയില്ല. അല്ലെങ്കിൽ ക്യാൻസർ വന്നാൽ അതിനൊരു പക്ഷേ പേരയ്ക്കയിൽ നിന്ന് എടുക്കുന്ന ഈ തന്മാത്ര ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സാ സംവിധാനമായിരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ ഏറെ സഹായകരമാകുക എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഡെലവെയർ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങളിൽ ഏറെ സംഭാവനകൾ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം പേരയ്ക്കയും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവാണ്.